ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ശക്തമായ രൂപത്തിലുള്ള ഇസ്ലാമിക നിയമം അങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമാണല്ലോ ഇറാൻ. പക്ഷേ ആ ഇറാനിലെ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ധൈര്യമുണ്ടല്ലോ, അതൊന്ന് ചിന്തിക്കണം. എതിർത്താൽ തല പോകും. എന്നാലും ശരി, ജീവിച്ചാലും മനുഷ്യനെ പോലെ, മരിച്ചാലും മനുഷ്യനെ പോലെ എന്ന് ചിന്തിക്കാൻ. അവർക്കിടയിൽ നിന്ന് ഒരാളെ ഒരു കഷ്ണം തുണിയുടെ പേരിൽ, ഒരു കഷ്ണം തലമുടി പുറത്ത് കണ്ടു എന്നതിൻ്റെ പേരിൽ വളരെ ക്രൂരമായി ഉപദ്രവിച്ച്, മൂക്കുമുറിച്ച്, മുടിമുറിച്ച്, അടിവയറ്റിൽ ചവിട്ടി മർദ്ദിച്ച് കൊല ചെയ്ത മഹസാമിനി, ആ പെൺകുട്ടിയുടെ ചോരയ്ക്ക് വേണ്ടി ഇറാനിലെ മുഴുവൻ ജനതയും രംഗത്തിറങ്ങുകയാണ്. 1 വർഷമായി സമരം തുടർന്നു, ഉത്തരമില്ല. വീണ്ടും സമരം തുടർന്നു. ഏതാണ്ട് 2ാം വർഷത്തിലേക്ക് അടുക്കുമ്പോൾ സദാചാര പോലീസിംഗ് ഇറാൻ നിർത്തലാക്കുകയാണ്. ഹിജാബ് ധരിക്കാത്ത ആളുകളെ മാനസിക രോഗികളായി പരിഗണിച്ച് 15 വർഷം വരെ തടവും പിഴയുമൊക്കെ ശിക്ഷ വിധിച്ചു. അപ്പോഴും സ്ത്രീകൾ സമരം ചെയ്ത് ആ നിയമത്തെയും വരുതിയിലാക്കി. അതെ, ഇന്ന് മുസ്ലിം സ്ത്രീകൾക്ക് ചിന്തിക്കാൻ ധൈര്യമുണ്ട്. കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾക്കുമുണ്ട്. എൻ്റെ സ്വാതന്ത്ര്യത്തെയും എൻ്റെ വ്യക്തിത്വത്തെയും എൻ്റെ സന്തോഷത്തെയും എൻ്റെ ആഗ്രഹത്തെയും സർവോപരി എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ മേഖലകളിലും വിളിക്കാത്ത ഒരു അതിഥിയെ പോലെ നുഴഞ്ഞു കയറുന്ന ഈ മതം എനിക്ക് വേണ്ട എന്ന് പറയാൻ മുസ്ലിം സ്ത്രീകൾ ധൈര്യം കാണിക്കുന്നത് വലിയ പുരോഗതിയുടെ ലക്ഷണമാണ്. മുസ്ലിം പെൺകുട്ടികൾ ഇന്ന് ഉസ്താദുമാരെ വിളിച്ചു നിർത്തി പല കാര്യങ്ങളും ചോദിക്കുന്നു. പൊതുവേദികളിൽ സ്ത്രീകൾക്കോ പെൺകുട്ടികൾക്കോ എങ്ങാനും മൈക്ക് കിട്ടിയാൽ അവർ ചോദിക്കുന്നു, ഈ സ്ത്രീലമ്പടനായ ആളെയാണോ ഞങ്ങൾ പ്രവാചകനായിട്ട് അംഗീകരിക്കേണ്ടത്? 6 വയസ്സ് പോലും തികയാത്ത കുഞ്ഞിനെ കാമാസക്തിയോടുകൂടി നോക്കിയ 53കാരനിൽ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് എന്തു മാതൃകയാണുള്ളത് എന്ന് ചോദിക്കുന്നു. മുസ്ലിം സ്ത്രീകൾ ആ രൂപത്തിൽ, പെൺകുട്ടികൾ ആ രൂപത്തിൽ ചിന്തിക്കാനും ചോദ്യം ചെയ്യാനും തുടങ്ങിയതോടെ കേരളത്തിലെ മുസ്ലിം പെൺകുട്ടികൾക്കിടയിൽ വലിയ രൂപത്തിൽ മാറ്റം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വെങ്ങളം ഹൈവേയിൽ എനിക്കൊരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങേണ്ടി വന്നു. അങ്ങനെ ഒരു ഹോട്ടലാണ്. അപ്പം ഞാൻ പൊറോട്ടയ്ക്ക് ഓർഡർ ചെയ്തിട്ട് അങ്ങനെ നിൽക്കുക. അപ്പോൾ ഒരു സ്ത്രീ ട്രാവൽസ് ഇട്ടിരിക്കുന്ന ആളാണ്. അവന് വന്നിട്ട് എന്നോട് ചോദിച്ചു, ജാമിദ ടീച്ചറല്ലേ? ഞാൻ പറഞ്ഞു അതെ. അങ്ങനെ അവരെ പരിചയപ്പെടുത്തി. ഒരു സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിച്ചു. പിന്നെന്താ, എടുക്കാലോ. അവർ ഗൾഫിലൊക്കെ നിന്ന ആളാണ്. അപ്പോൾ വണ്ടിയിലിരുന്നു കൈക്കൊന്ന് ഷേക്ക് ഹാൻഡൊക്കെ കൊടുക്കുന്നു, സംസാരിക്കുന്നു. ഇതാണ് മാറ്റം. ആ കടക്കകത്തിരുന്ന ആളുകളൊക്കെ നോക്കുന്നുണ്ട്. അവരുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്നതേ അല്ലാതെ ചിന്തിക്കാൻ ധൈര്യം കാണിച്ചു തുടങ്ങി. അങ്ങനെ ഒരു സെൽഫിയൊക്കെ എടുത്തിട്ടാണ് പോയത്. നമ്പർ വാങ്ങി വിളിക്കണമെന്ന് പറഞ്ഞു. മെസ്സേജ് ചെയ്യാറുണ്ട് ഇപ്പോഴും. 6ാം നൂറ്റാണ്ടിലെ ശരികൾ ഈ കാലഘട്ടത്തിലും ശരിയാണ് എന്ന് നിങ്ങൾ പറഞ്ഞു. എല്ലാവരും ആ ശരികൾ തന്നെ ഉൾക്കൊള്ളണം എന്ന് പറയല്ലേ. അത്രേ ഉള്ളൂ. ഒരു കൊള്ളക്കാരൻ, ഒരു സ്ത്രീലമ്പടൻ, ഒരു ഗോത്ര തലവൻ ഇത്രയും കാലം ഈ മതം പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചില്ലേ? പണവും പെണ്ണും സ്വർഗീയ സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്ത് യുദ്ധം ചെയ്താൽ അല്ലാഹു സ്വർഗം തരും. ആ ഹൂറികളെ കുറിച്ച് വർണ്ണിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ നരകത്തെക്കുറിച്ച് പറഞ്ഞ് പീഡിപ്പിച്ച് തൻ്റെ വരുതിയിലേക്ക് ആളുകളെ കൊണ്ടുവന്ന് ബലാത്കാരം ചെയ്യാൻ പെണ്ണുങ്ങളെ ഇട്ടുകൊടുത്ത് എല്ലിൻ്റെ കഷ്ണം കാണിച്ച് പട്ടിയെ പിന്നാലെ കൊണ്ടുപോകുന്നത് പോലെ ഈ ജനങ്ങളെ ഇത്രയും കാലവും പറഞ്ഞ് കബളിപ്പിച്ചില്ലേ? ചിന്തിക്കാൻ ശക്തരായിട്ടുള്ള, ധൈര്യമുള്ള ഒരു തലമുറ ചിന്തിക്കട്ടെ. അവർ ലോകത്തോട് വിളിച്ചു പറയട്ടെ. ഇപ്പൊ മുസ്ലിം സ്ത്രീകൾ തന്നെ പറയുന്നു, ഞങ്ങൾ മുസ്ലിം സ്ത്രീകളൊക്കെ തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ബാങ്ക് വിളിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് സ്ത്രീക്ക് ഒന്നിലേറെ പുരുഷന്മാരെ ഒരേ സമയത്ത് ഭർത്താക്കന്മാരായിട്ട് സ്വീകരിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് മുത്തലാഖ് ചൊല്ലാൻ സാധിക്കാത്തത്?
മാതാപിതാക്കളുടെ സമ്പത്തിൽ എന്തുകൊണ്ടാണ് സ്ത്രീക്കും പുരുഷനും തുല്യമായ സമ്പത്ത് വീതം വയ്ക്കാൻ പഠിച്ചവൻ പഠിപ്പിക്കാത്തത്? വിവരവും വിദ്യാഭ്യാസവുമുള്ള ആർക്കും ഈ മതത്തിന്റെ ഒരു കൃത്യവും ഒരാശയവും ഒരു കൽപ്പനകളും ഒരു വ്യവസ്ഥകളും അംഗീകരിക്കാൻ കഴിയില്ല. അവരുടെ ബുദ്ധിക്കും യുക്തിക്കും യോജിച്ചതല്ല എന്ന് തോന്നുന്ന ഏതാശയത്തെയും ധൈര്യസമേതം അവർ എതിർക്കും, വിമർശിക്കും. കൗണ്ടർ ചെയ്തത്. അപ്പൊ അത് സമ്മതിച്ചു. അതായത് ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സ്ത്രീകള് ഭരണം ഏൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഇതൊക്കെ കാലഹരണപ്പെട്ടതാണ്, പണ്ടത്തതാണെന്ന് പറഞ്ഞു. ഇതേ കാര്യങ്ങൾ മദ്രസയിൽ നിന്ന് ഉസ്താദിൽ നിന്ന് പ്രവാചകൻ പഠിപ്പിച്ചതാണ്. സ്ത്രീകളെ ഭരണമേൽപ്പിക്കുന്ന ഒരു ജനതയും ഗതി പിടിക്കില്ല എന്ന്. ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് നബി എന്ന് പറഞ്ഞത് തെറ്റാണ് എന്ന് ഇവർക്ക് തോന്നി. അതുകൊണ്ടാണ് ഇവർ അന്ന് നമ്മുടെ ഗ്രന്ഥത്തിലില്ല എന്ന് പറഞ്ഞ് തൽക്കാലം തടിയൂരാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഗ്രന്ഥത്തിലുണ്ട്. ഇവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുണ്ട് എന്ന് ജനങ്ങളോട് പറഞ്ഞ് എന്തു പറഞ്ഞിട്ടാ ന്യായീകരിക്കുക? അതുകൊണ്ട് തൽക്കാലം ഇല്ല എന്ന് പറഞ്ഞ് തടിയൂരുന്നു. കേട്ടിട്ടുള്ളതാണ് ഞാൻ. പിന്നെ മ്യൂസിക്, വാദ്യഘോഷങ്ങളോട് കൂടിയിട്ടുള്ള മ്യൂസിക് പാടില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും ഇവിടെ 2-3 പേര് വന്നിട്ട് അവരെ പ്രസന്റ് ചെയ്ത് പറഞ്ഞു അതൊക്കെ പണ്ട് പറഞ്ഞതാണ്, അതിനകത്തൊന്നും ഒരു കാര്യമില്ല. അതായത് തെറ്റാണെന്ന് അവർ സമ്മതിച്ചു, അതിനെ അപ്രിഷിയേറ്റ് ചെയ്തു. ഇനി ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാം. ഒരു 10-30 കൊല്ലങ്ങൾക്ക് പുറകോട്ട് പോയാല് ഒപ്പന, അതുപോലെ മൈലാഞ്ചി കല്യാണം, അങ്ങനെയൊക്കെ പറഞ്ഞ ചില ആഘോഷങ്ങള് കല്യാണ വീടുകളിൽ, മുസ്ലിം കല്യാണ വീടുകളിൽ നടന്നു വന്നിരുന്നു. ഇന്നും മലബാർ മേഖലകളിൽ അത്തരം കല്യാണങ്ങളുണ്ട്. പുതുവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് കയ്യിൽ നിറയെ കുപ്പിവളയിട്ട് മൈലാഞ്ചിയിട്ട് കണ്ണെഴുതി പൗഡറിട്ട് അത്തറ് പൂശി ആ പ്രദേശത്തുള്ള മുഴുവൻ സ്ത്രീകളും പെൺകുട്ടികളും പുരുഷന്മാരും ഒക്കെ ഒരുമിച്ച് ഒരിടത്ത് കൂടി കൈകൊട്ടി കളിച്ച് അവര് ഒപ്പന പാട്ടുപാടി ഓണത്തിന് തുമ്പിതുള്ളി അവര് ആർപ്പോ ഇറോ ഒക്കെ വിളിച്ച് അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വലിയ പെരുന്നാളിന് 4 ദിവസം വരെ നീണ്ടു നിന്ന ചില ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു. മണവാളൻ വലിയ രൂപത്തിൽ ഗായക സംഘവും ഒക്കെ ആയിട്ട് എത്തി രാത്രിയിൽ പുറപ്പെട്ട് വഴിനീള പാട്ടും പാടി പെണ്ണിന്റെ വീട്ടിലെത്തിയാൽ വാദ്യമേളങ്ങളോടുകൂടി പാടി തകർത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പെണ്ണിന്റെ കൂടെ പോകുന്ന ഗായികമാര് മണവാളന്റെ വീട്ടുപന്തലിൽ വെച്ച് കിണ്ടിയിലും കോളാമ്പിയിലും ഒക്കെ താക്കോൽ കൊണ്ട് താളമിട്ട് ഏറെ സമയം ആസ്വദിച്ച് ഗംഭീര ആഘോഷമാക്കി കല്യാണത്തെ മാറ്റിയിരുന്ന ചടങ്ങുകൾ ഉണ്ടായിരുന്നു. അന്നൊക്കെ മുസ്ലിം എന്ന ഒരു പൊതുവിഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുസ്ലിങ്ങളിൽ ഇന്ന് കാണുന്ന ഈ വിഭാഗീയത ഉണ്ടായിരുന്നില്ല. ഈ ആഘോഷങ്ങൾക്കൊക്കെ വിലക്ക് ഏർപ്പെടുത്തിയത് ആരാണ്? മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, സുന്നി വ്യത്യസ്തമായ ആശയധാരയിലുള്ള ആളുകൾ വിഭാഗീയതകൾ സൃഷ്ടിച്ചു. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരുന്ന് പഠിക്കരുത് എന്നായി, യാത്ര ചെയ്യരുത് എന്നായി, അവർ സൗഹാർദ്ദപരമായി പെരുമാറരുത് എന്നായി. അങ്ങനെ പ്രൈമറി സ്കൂളിലെ കുട്ടികൾക്ക് വരെ മറ വേണം എന്നീ കേരളത്തിൽ ഒരു ആശയം ഉയർന്നു വരികയാണ്. പ്രവാചകന്റെ ജന്മദിനത്തോടനുബന്ധിച്ചിട്ടുള്ള ഘോഷയാത്രകളിൽ പോലും ഏറ്റവും കൂടുതൽ നബിഗീതങ്ങൾ പാടിത്തകർത്തിരുന്നത് പെൺകുട്ടികളായിരുന്നു. ആൺകുട്ടികൾ ദഫ് മുട്ടിയിരുന്നു. ഒരുപോലെ തന്നെ പ്രസംഗം, പാട്ട്, ക്വിസ് മത്സരം, ഇങ്ങനെയൊക്കെ മത്സര ഇനങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കുമായിരുന്നു. സ്റ്റേജിൽ മികച്ച നിലവാരം പുലർത്തിയിരുന്നു പെൺകുട്ടികൾ. സമ്മാനം കിട്ടിയിരുന്നു പെൺകുട്ടികൾക്ക്. വേദിയിൽ വന്നവർ വാങ്ങിയിരുന്നു. പിന്നീട് വിദ്യാഭ്യാസവും പൊതുബോധവും ഇല്ലാത്ത ഒരു വിഭാഗം മതപുരോഹിതർ മതപഠനം മാത്രം നേടി. അവര് മൗലവിമാരായി. അവര് പിന്നീട് പെൺകുട്ടികൾ വേദിയിൽ പോലും വരാൻ പാടില്ല, അവർ പൊതുനിരത്തിൽ ഇറങ്ങാൻ പാടില്ല, കറുത്ത പോത്തിന്റെ കുപ്പായമിട്ട പോത്തുകളാണ് സ്ത്രീകൾ എന്ന രൂപത്തിൽ കാസിമിമാര് വന്ന് വീമ്പിളക്കാൻ തുടങ്ങി. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം പാടില്ല എന്ന് അവർ പറഞ്ഞു. പെൺകുട്ടികൾ ഉറക്കെ സംസാരിക്കാൻ പാടില്ല, അവർ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല, അവർ പെർഫ്യൂം അടിക്കരുത്, കണ്ണെഴുതരുത് തുടങ്ങി സ്ത്രീകൾ എന്ത് ചെയ്താലും വിലക്കുകൾ. പെൺകുട്ടിയുടെ വിവാഹം നടത്തി കൊടുക്കത്തില്ല അങ്ങനെയാണെങ്കിൽ, കാരണം പൊതുനിരത്തിൽ ഇറങ്ങുന്നു, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു. ഏതെങ്കിലും മാതാപിതാക്കൾ പ്രതികരിക്കുമോ? ഇല്ല. ഇവര് പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു ജനവിഭാഗത്തെ വാർത്തെടുത്തു. കറുത്ത ചാക്കിനകത്ത് നിറച്ച് പേറ് യന്ത്രങ്ങളാക്കി
ചൂളയ്ക്ക് വയ്ക്കാൻ മാത്രമാണ് ഇവർക്ക് സ്ത്രീകൾ. ഇവരുടെ കൈത്തരിപ്പും ലിംഗത്തരിപ്പും തീർക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവർ സ്ത്രീകളെ ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി ഇവരേതറ്റം വരെയും പോകും. മതത്തെ ന്യായീകരിക്കണോ, വെളുപ്പിക്കണോ, വ്യാഖ്യാനിക്കണോ, അവരെ തള്ളണോ, ഇവരെ തള്ളിപ്പറയണോ, എന്തിനും തയ്യാറായി വരും. പക്ഷേ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്ന ഒരു ജനസമൂഹത്തെ വാർത്തെടുക്കാൻ ഈ പുരോഹിതന്മാരുടെ ഇത്തരം തെറ്റായ നയങ്ങളിലൂടെ സാധിച്ചിട്ടുണ്ട്. നന്ദി.